സമയത്ത് എക്സ്പൾസ് ഓണേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. കാരണം ഞാനൊരു എക്സ്പൾസ് ഓണറാണ്. അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ബ്രേക്കിംഗ്, അതായത് അതിൻ്റെ ABSൻ്റെ പ്രോബ്ലം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ABSൻ്റെ പ്രോബ്ലം ഓഫ് റോഡ് പോകുമ്പോൾ എങ്ങനെ അത് നമുക്കൊന്ന് മാനേജ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ABSൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഈ വീഡിയോ കാണുന്ന എക്സ്പൾസ് ഓണേഴ്സ് അല്ലാതെ ബാക്കിയുള്ളവർ അവർ ചിന്തിക്കുന്നുണ്ടോ എന്താണ് ഇതിനും മാത്രം എക്സ്പൾസിന് ബ്രേക്കിംഗ് പ്രോബ്ലം എന്ന്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ലിവർ ബ്രേക്കിലോട്ട് അറ്റാച്ച് ആകാത്തൊരു ഫീൽ, അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് കിട്ടില്ല. പിന്നെ കുണ്ടും കുഴിയുള്ള റോഡിലൂടെ ഓടുമ്പോൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഓടുമ്പോൾ NS 200 അല്ലെങ്കിൽ ഡ്യൂക്ക് 200ൻ്റെ പോലെ റേഡിയേറ്ററിൻ്റെ ഫാൻ കറങ്ങുന്ന ശബ്ദമാണ് നമുക്ക് ഇതിൻ്റെ ABS യൂണിറ്റിൽ നിന്ന് വരുന്നത്. അപ്പം ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഷോറൂമുകാർക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പറയും സിംഗിൾ ചാനൽ ABSൻ്റെ പ്രശ്നമാണ് എന്നാണ് ഷോറൂമുകാരുടെ നിലപാട്. പക്ഷേ ഓഫ് റോഡ് പോകുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം വെച്ചുകൊണ്ട് ഒരിക്കലും ഓഫ് റോഡ് പോകാൻ പറ്റില്ല. ബാക്ക് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്കിഡാകും. നമുക്ക് ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ഒരുപോലെ അപ്ലൈ ചെയ്തിട്ട് ഓഫ് റോഡ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇപ്പോൾ. പിന്നെ ഒരു കാര്യം ദയവ് ചെയ്ത് എല്ലാവരും നോക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഈ കാര്യം ചെയ്യുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന കണ്ടിട്ട് എല്ലാവരും ചാടിക്കയറി ഇപ്പം തന്നെ ചെയ്യരുത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ചെയ്യുക. ഇതിൽ ABS എങ്ങനെ ഓഫാക്കാം എന്നുള്ള കാര്യമാണ് ഇതിൽ കാണിക്കുന്നത്. ഓഫ് റോഡ് പോകുമ്പോൾ മാത്രം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ABS ഓഫാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചാനൽ ഉത്തരവാദികളായിരിക്കുന്നതല്ല. എക്സ്പൾസ് 200ൻ്റെ ഇത് ഞാനിപ്പോൾ ഊരിയിട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സ്പൾസ് 200ൻ്റെ ABSൻ്റെ സെൻസറാണ്. ABS സെൻസർ പ്ലസ് സ്പീഡോമീറ്റർ സെൻസറാണ്. ഇതാണ് സ്പീഡോമീറ്ററിൻ്റെ കേബിള്. ബാക്കിയുള്ള വണ്ടിക്ക് ക്രൗണും പീനിയനുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ഈ സാധനമാണ് വരുന്നത്. അപ്പോൾ ഇത് 10ൻ്റെ ബോൾട്ട് വെച്ച് ഇവിടെ ത്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓഫ് റോഡ് പോകുമ്പോൾ ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ABS ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ടൈ ചെയ്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ ടൈ ചെയ്ത് വെക്കുമ്പം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബോഡിയിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ വെക്കരുത്. കാരണം ഇതിൻ്റെ ഉള്ളിലാണ് സെൻസർ വരുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. ഇത് ബോഡിയിലേക്ക് കണക്റ്റ് ആകുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ABS ഓട്ടോമാറ്റിക്കലി പ്രവർത്തിച്ച് നിങ്ങൾ അപകടത്തിൽപ്പെടാൻ ചാൻസ് ഉണ്ട്. ആയതുകൊണ്ട് ഓഫ് റോഡ് പോകുമ്പോൾ മാത്രം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് തിരിച്ച് വെച്ച്, അതായത് പുറത്തേക്ക് അതിൻ്റെ ഹെഡ് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നിങ്ങളത് ടൈ ചെയ്യുവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരിക്കലും ഞാനിത് റോഡ് പർപ്പസിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% ബ്രേക്ക് സ്ലിപ്പാകും, ബ്രേക്ക് നമുക്ക് കിട്ടില്ല, ടയർ ഉറപ്പായിട്ട് ലോക്കാവും, നിങ്ങൾ വീഴാനുള്ള ചാൻസ് 100% ആണ്. അതുകൊണ്ട് ഓഫ് റോഡിന് പോകുന്നവർ മാത്രം ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഓഫാക്കിയിട്ടേക്കാണ്. പിന്നെ ഓഫാക്കിയിട്ടുള്ള മെയിൻ ദൂഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ മീറ്റർ കാണിക്കില്ല, വർക്കാകില്ല. മീറ്റർ പ്ലസ് സ്പീഡോമീറ്റർ പ്ലസ് ABS യൂണിറ്റ്, ABSൻ്റെ ഇത് സെൻസർ കൊണ്ടാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം, വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഈ സാധനം ഊരിയിടുക. ഇത് ഇവിടെയാണ് വരുന്നത്, ഈ 10ൻ്റെ ബോൾട്ട്. ഈ 10ൻ്റെ ഒരു ബോൾട്ട് അഴിച്ചെടുക്കുന്നതോടുകൂടി ഇത് ഫ്രീ ആവും. പിന്നെ എടുത്ത് ടൈ ചെയ്ത് വെച്ചേക്കാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കൂടുതൽ അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചോദിക്കുക. അറിയുന്ന കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ ചെയ്തു തരുന്നതായിരിക്കും.